Hi all, welcome to part 3 of foreign body series, foreign body throat. ഈ ഫോറിൻ ബോഡി ത്രോട്ട് കാഷ്വാലിറ്റിയിൽ മെയിൻലി അഡൾട്ട്സ് ആണ് വരുന്നത് ആൻഡ് യൂഷ്വലി കേസസ് നമ്മൾ കാണുന്നത് ബീഫ് ചിക്കൻ ആൻഡ് മീനിൻ്റെ മുള്ള് ത്രോട്ടിൽ കുടുങ്ങിയിരിക്കുന്ന കേസസ് ആണ്. ഈ ചെറിയ മുള്ളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മോസ്റ്റ് കോമൺ സൈറ്റ് അത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉള്ളത് നമ്മുടെ നാക്കിൻ്റെ പുറകിലുള്ള ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ ടോൺസിലാണ്. ഈ ടോൺസിലിൽ കുറേ കുഴികളുണ്ട്. ഇറ്റ്സ് എ വെരി പിറ്റഡ് സർഫസ്. അതുകൊണ്ട് അതിൽ കയറി ഈ മീനിൻ്റെ മുള്ള് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ യൂഷ്വലി ഹോം റെമഡീസ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ പഴം എടുത്ത് അവർ കഴിക്കും. അതിൻ്റെ മെയിൻ ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ ചെറിയ മുള്ളൊക്കെ ആണെങ്കിൽ ഈ പഴത്തിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് അത് താഴേക്ക് ഇറങ്ങിപ്പോകും. പക്ഷെ ചില കേസസിൽ ഇപ്പോൾ സപ്പോസ് ആ മുള്ള് വലുതാണെങ്കിൽ അത് ഇത്തിലൂടെ താഴേക്ക് പോയി സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു മുള്ള് ടോൺസിലിന്റെ ലെവൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇത്തിലൂടെ താഴെ ഓറോഫാരിങ്സിന്റെ ലെവലിലാണെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിന് ഒരു മരവിപ്പിക്കുന്ന സ്പ്രേ അടിച്ച് ഡയറക്റ്റ്ലി ഒരു ഫോർസെപ്സ് വെച്ച് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൽ നിന്നും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇത്തിലൂടെ സീരിയസ് കണ്ടീഷനാണ്. നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഒരു അനസ്തെറ്റിസ്റ്റിന്റെ ഹെൽപ്പ് ചെയ്ത് മയക്കിയിട്ട് മാത്രമേ നമുക്കത് വെളിയിലേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തൊണ്ടയിൽ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. Hopefully, video ishtapettittunde share cheya. Until then, stay smart and stay healthy. Thank you.